തൃശ്ശൂരിൽ നിന്ന് മൂകാംബിക ഗോവ കൂടി പൂനെക്ക്. കാര്യമായിട്ടുള്ള ട്രാഫിക് ഒന്നും കിട്ടാതെ മലപ്പുറം വരെ എത്തി. അവിടുന്ന് നമ്മൾ NH 66 കയറും. മലപ്പുറത്ത് ആദ്യമായിട്ടാണ്, അതുപോലെ NH 66ലും. നമ്മുടെ കേരളത്തിൽ ഇത്ര അടിപൊളി ഒരു ഹൈവേ വന്നിട്ട് ഇപ്പോഴാണൊന്ന് കാണാൻ പറ്റിയത്. ഇടയ്ക്കൊക്കെ ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ടെങ്കിലും NH 66 കൂടി തന്നെയാണ് കാസർഗോഡ് ക്രോസ് ചെയ്ത് കണ്ണൂർ വരെ എത്തിയത്. ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എക്സിറ്റ് എടുത്തൊരു ബീച്ച് സൈഡിൽ പോയി. കോസ്റ്റൽ ഏരിയ കൂടെ പോയിട്ട് ബീച്ച് കാണാകൊന്നും മോശമല്ലേ? അതുകൊണ്ട് ബീച്ച് സൈഡിലിരുന്ന് ലഞ്ച് കഴിക്കാമെന്ന് വെച്ചു. പൊരി വെയിലെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇതാണ്. പക്ഷേ ബീച്ചിനോട് ചേർന്ന് ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്നൊരു ചേട്ടൻ നമ്മളോടും അവിടെ വന്നിരുന്ന് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. പുറത്ത് അത്രയും ചൂടാണെങ്കിലും ഇതിനകത്ത് ഒട്ടും ചൂടില്ലായിരുന്നു. അവിടെ ഇരുന്ന് ആ ചേട്ടനോടും സംസാരിച്ച് വീട്ടിൽ നിന്ന് അമ്മ തന്നുവിട്ട് ചോറും കഴിച്ചിട്ട് അവിടുന്ന് പുറപ്പെട്ടു. സത്യം പറയാലോ, വീണ്ടും ഹൈവേ കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. ലോങ് സ്ട്രെച്ചിൽ ഇത്രയും അടിപൊളി ഒരു ഹൈവേ, അത് രണ്ട് സൈഡിലും ഇത്രയും നല്ല വ്യൂ. അങ്ങനെ ഈവനിങ് ആയി. ചെറുതായിട്ടൊരു ചായ കുടിക്കാൻ നിർത്തി. ചായ മാത്രം ഉദ്ദേശിച്ച് പോയതാണെങ്കിലും അവിടെ ചെന്ന് ഇലയട കണ്ടപ്പം അതും മേടിച്ച് കഴിച്ചു. അങ്ങനെ പോകുന്ന വഴി സൺസെറ്റൊക്കെ കണ്ട് കാസർഗോഡ് ഒരു പെട്രോൾ പമ്പിലെത്തി. വണ്ടിയിലിരുന്ന് തന്നെ നമ്മൾ ഡിന്നർ കഴിച്ചു. വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട പൊതിച്ചോറാണ്. ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ സ്ട്രെയിറ്റ് ടു മൂകാംബിക. കർണാടക എത്തിയപ്പോൾ മുതൽ റോഡിലെല്ലാം നവരാത്രിയുടെ ഡെക്കറേഷൻസ് ആയിരുന്നു. അങ്ങനെ നൈറ്റ് ഒരുപാട് ലേറ്റായിട്ട് നമ്മൾ മൂകാംബിക എത്തി. റൂമിലെത്തിയ ഉടനെ ഫ്രഷ് ആയിട്ട് കിടന്നു. നാളെ രാവിലെ അമ്പലത്തിൽ പോകണം. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ. ബൈ.